ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നോക്കുക, നമ്മളുടെ ഇൻഡെക്സുകൾ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തെടുത്ത് പോന്നിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ ആണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് കേട്ടോ. എവിടെയെങ്കിലും ഒരു ബ്രേക്കൗട്ട് അടുത്ത എവിടെയെങ്കിലും ദിവസങ്ങളിൽ സംഭവിക്കുക. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി നന്നായിട്ട് തന്നെ നോക്കിക്കൊണ്ട് പോവുക. നല്ലൊരു ആക്റ്റീവ് മൂവ്മെൻറ്റ് അടുത്ത് തന്നെ വരാനുള്ള സാധ്യതകളുണ്ട് കേട്ടോ. കണ്ടോ, ഫിനാൻഷ്യൽ നിഫ്റ്റി സർവീസൊക്കെ നല്ല രീതിയിൽ റെസിസ്റ്റൻസ് എടുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അത് രണ്ടെണ്ണം ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ലൊരു മൊമെൻറ്റം ഒന്നല്ല, ദെൻ നല്ലൊരു പോയിന്റ്, നമുക്ക് ഇവിടെ ഒരു ആക്റ്റീവ് പോയിന്റ് ഉണ്ട്. നോക്കൂ, ആദ്യത്തെ 15 മിനിറ്റ്സിൽ എന്താണ് ബോൾ ലൈനെ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. ഇതും അതുപോലെ തന്നെ ബോൾ ലൈനെ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്തേക്കാണ് ചെയ്തേക്കുന്നത്. അടുത്തത് ബോൾ ലൈനെ ജസ്റ്റ് ടച്ച് ചെയ്തില്ല എന്നുള്ളൂ, റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതുപോലെയൊക്കെ തന്നെ കണ്ടോ, ബോൾ ലൈനെ ടച്ച് ചെയ്തു പോന്നേക്കുന്നു. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു ക്യാൻഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സി പൊസിഷൻ, നമുക്ക് അവിടെ ഒരു പി പൊസിഷൻ റിസ്ക് ആണെന്നുള്ളത്. ദെൻ കണ്ടോ, അത് കയറി ഇവിടെ വന്നു. രണ്ടാമത്തെ ക്യാൻഡിലായപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, രണ്ടാമത്തെ ക്യാൻഡിലായപ്പോൾ അടുത്ത ഒരു പൊസിഷൻ ഇവിടെ ആക്റ്റീവ് ആകുന്നുണ്ട്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ശ്രദ്ധിച്ചേക്കണം. രണ്ടാമത്തെ ക്യാൻഡിൽ ഞാൻ പറഞ്ഞു പി ആണ് ഇനി സംഭവിക്കുക എന്നുള്ളത്. കാരണം അതെ നമ്മളുടെ സി കയറി ഇതേ രണ്ടാമത്തെ ക്യാൻഡിലായപ്പോഴത്തേക്കും സെക്കൻഡ് ലെവൽ ടച്ച് ചെയ്തിരിക്കുന്നു. അതുപോലെ നിങ്ങൾ നോക്കി ഇപ്പുറത്തേക്ക് നോക്കിയേ, രണ്ടാമത്തെ ക്യാൻഡിലായപ്പോൾ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തേക്കുന്നു. ഇവിടെയും ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തേക്കുന്നു, ഇവിടെയും ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തേക്കുന്നു. ഇപ്പുറത്തേക്ക് നോക്കി, അതും ഫസ്റ്റ് ലെവലിൽ തന്നെ ആ ക്യാൻഡിൽ ഫോം ചെയ്ത് തീരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതെവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാൻ. അതാണ് 15 മിനിറ്റ്സ് ക്യാൻഡിൽ തീരുന്നത് വരെ നിങ്ങൾ നോക്കണം അടുത്ത ലെവൽ ആക്റ്റീവ് ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആ 15 മിനിറ്റ്സ് തീർന്നപ്പോൾ നോക്കിയപ്പോൾ ഇതാണ്ട് അത് അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നു. ഇതൊരെണ്ണം സെക്കൻഡ് ലെവലിലേക്ക് പോയിട്ടുണ്ട്. ബാക്കി മൂന്നും ഫസ്റ്റ് ലെവലിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ അതിനർത്ഥം അടുത്തൊരു മൊമെൻറ്റം ആക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്താണ് അവിടെ പി സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് സി ഇടിഞ്ഞിട്ടുണ്ട്, സി ഇടിഞ്ഞു, ദെൻ പി സംഭവിച്ചിട്ടുണ്ട്. അവിടെ പി ഇത്രത്തോളം പി സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചപ്പോഴത്തേക്കും എന്തേ അടുത്ത ലെവൽ ആക്റ്റീവ് ആയിരിക്കുന്നു. നോക്ക്, മൂന്നാമത്തെ ക്യാൻഡിലായപ്പോഴത്തേക്കും എന്തേ ഇവിടെ വന്നിട്ട് ടച്ച് ചെയ്യുന്നു. കണ്ടോ, ഈ രണ്ട് പൊസിഷനാണല്ലേ ഞാൻ പറഞ്ഞത്. ആദ്യം ഒരു പി സംഭവിക്കുമെന്ന് പറഞ്ഞു, അതായത് ഇവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞേക്കുന്നത് പി സംഭവിക്കുന്നത്. ഈ ഒരു പൊസിഷൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഈ ഒരു പൊസിഷനിൽ എത്തിയപ്പോഴത്തേക്കും ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുന്ന ഒരു പൊസിഷനിൽ പി സംഭവിക്കുന്നതാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. അതാ പി ഇത്രത്തോളം സംഭവിച്ചു, അത്രത്തോളം സംഭവിച്ചുള്ളൂ. അപ്പോഴത്തേക്കും അടുത്ത ലെവൽ ആക്റ്റീവായി. കണ്ടോ, പി സംഭവിച്ച് ഇവിടെ എത്തിയപ്പോഴത്തേ ബോർഡ് ലൈനെ ടച്ച് ചെയ്തു. നമുക്ക് ഇവിടെയും പി സംഭവിച്ച് ഇവിടെ വന്നപ്പോൾ ബോർഡ് ലൈനെ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു വ്യത്യാസമേ ഉള്ളൂ, പക്ഷേ അത് ടച്ച് ചെയ്തായിട്ട് തന്നെ കണക്കാക്കാം. ടച്ച് ചെയ്തു, ഇതാ നോക്കുക, മൂന്നാമത്തെ ക്യാൻഡിൽ വീണ്ടും ബോർഡ് ലൈനെ ടച്ച് ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഓക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. കണ്ടോ, ബോർഡ് ലൈനെ ടച്ച് ചെയ്തു, ജസ്റ്റ് ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അടുത്ത ലെവൽ ആക്റ്റീവ് ആകുന്നു, അതായത് വീണ്ടും സി പൊസിഷൻ ആക്റ്റീവ് ആകുന്നു. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ പറഞ്ഞത് അതിന് വീണ്ടും നമ്മളുടെ പി റിസ്കിലേക്ക് വന്നിട്ടുണ്ട്, സി പൊസിഷൻ ആക്റ്റീവ് ആകാൻ സാധ്യതയുണ്ടെന്നുള്ളത്. സി പൊസിഷൻ ആക്റ്റീവായി, അവിടെ കുറേ നേരം കൺസോൾട്ടേറ്റ് ചെയ്തതിന് ശേഷം സി പൊസിഷൻ വീണ്ടും ആക്റ്റീവ് ആയിട്ടുണ്ട്, ഇവിടം വരെ ആക്റ്റീവ് ആയിട്ടുണ്ട്. പക്ഷേ അപ്പുറത്തേക്ക് അടുത്ത പൊസിഷൻ ആക്റ്റീവ് ആകുന്നു. അതുകൊണ്ടാണ് ഈ കൺസോൾട്ടേഷൻ സംഭവിക്കുന്നത്. ഒരു പൊസിഷനിൽ നിന്ന് അടുത്ത പൊസിഷനിലേക്ക് പോകുമ്പോൾ എല്ലാ ക്യാൻഡിൽസും ഒരുപോലെ അടുത്ത പൊസിഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താവും, അടുത്ത ഒരു ലെവൽ ആക്റ്റീവ് ആകേണ്ട സാഹചര്യത്തിലേക്ക് പോകും. അങ്ങനെയാണ് ഇതൊരു കൺസോൾട്ടേഷനിലേക്ക് പോകുന്നത്. കണ്ടോ, നിഫ്റ്റിയൊക്കെ വന്ന് തിരിച്ച് വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. അതേസമയം അതിൻ്റെ അടുത്ത പൊസിഷനും ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരെണ്ണം അതിൽ രണ്ടെണ്ണം മാത്രമേ കൺഫേംഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെയൊന്നും വലിയ കൺഫർമേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് വർക്ക് ചെയ്യും. രണ്ടെണ്ണം ടച്ച് ചെയ്താലും വർക്ക് ചെയ്യും. അപ്പം എന്ത് ചെയ്യേണ്ടി വരും, അടുത്ത പൊസിഷൻ ഇടിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ കയറി പോവുകയോ ഒക്കെ ചെയ്യും. അപ്പോഴാണ് ആ പൊസിഷൻ്റെ ഇംബാലൻസ് ഉണ്ടാകുന്നത്, നമുക്ക് അടുത്ത ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാതെ പോകുന്നത്. അങ്ങനെയാണ് ഇതിലൊരു കൺസോൾട്ടേഷൻ മാർക്കറ്റിലേക്ക് ഇത് എൻ്റർ ആകുന്നത്. എല്ലാ ഇൻഡെക്സുകളും ഒരേപോലെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു 4 ഗ്രാഫ്, ആ 4 ഗ്രാഫ് ഒരേപോലെ തന്നെ ബോൾ ലൈൻ ടച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരേപോലെ തന്നെ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുകയോ ഒരേപോലെ തന്നെ സെക്കൻഡ് ലെവൽ ടച്ച് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് റിജക്ഷനായിട്ട് മാറും. അപ്പോൾ നമുക്ക് അത് വെച്ച് എൻട്രി എടുക്കാം. പക്ഷെ അങ്ങനെ എൻട്രി എടുക്കുമ്പോൾ തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ അടുത്തൊരു പൊസിഷൻ ടച്ച് ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ദെൻ റിജക്റ്റ് ചെയ്യും. അത് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കൺസോൾട്ടേഷൻ സംഭവിക്കും. ഒരെണ്ണം എടുത്തു, അത് അപ്പം തന്നെ പോയി എല്ലാ ഗ്രാഫുകളും, ഈ 4 ഗ്രാഫിൽ 4 ഗ്രാഫ് ഒരുമിച്ച് പോയി അടുത്ത എൻട്രിയിലേക്ക് ഒരുമിച്ച് എൻട്രി ആകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റേഞ്ച് കിട്ടില്ല, കൺസോൾട്ടേഷൻ
സംഭവിക്കും. അപ്പോൾ നമ്മളതിങ്ങനെ നോക്കിയിരിക്കണം. 4 ഗ്രാഫ് ഒരുമിച്ച് നോക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കിയിരിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റണം. ഓക്കെ. ഇന്ന് പേഴ്സണലി എനിക്ക് ലോസ് സംഭവിച്ചിട്ടുണ്ട്. ബിക്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സി പൊസിഷൻ എൻ്റർ ആയതിന് ശേഷം ഈ ഒരു പി പൊസിഷനിലേക്ക് എൻ്റർ ആയതിന് ശേഷം ഞാൻ സാധാരണ ഒരു 100% റിട്ടേണാണ് ഇട്ട് കൊടുക്കാറ്. കാരണം അത്രത്തോളം ഇതിനൊരു വർക്കിംഗ് കിട്ടാറുണ്ട്. ഈ പി പൊസിഷൻ എൻ്റർ ചെയ്തതിന് ശേഷം 100% റിട്ടേൺ ഇട്ടിട്ട് ഞാൻ പിന്നെ നോക്കാതിരുന്നു. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അത് അടുത്ത ആ ഒറ്റ ക്യാൻഡിലിൽ തന്നെ പോയി അടുത്ത പൊസിഷൻ ടച്ച് ചെയ്യുമെന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല. അടുത്ത പൊസിഷൻ അവിടെ വീണ്ടും ആക്റ്റീവായി. സി പൊസിഷനിലേക്ക് അത് വീണ്ടും ആക്റ്റീവായത് എനിക്ക് ഒരു അടിയായി പോയി. ദെൻ ഓക്കെ, നമ്മുടെ റിട്ടേണിലേക്ക് ഒന്ന് നോക്കിക്കേ. റിട്ടേൺ എന്താണെന്ന് നോക്കുക. നമുക്കിവിടെ ഞാൻ ആദ്യം പറഞ്ഞ പി പൊസിഷൻ്റെ റിട്ടേൺ നോക്കിയത് 50, അതായത് സെക്കൻഡ് ക്യാൻഡിലാണ് നമുക്ക് പി ആക്റ്റീവ് ആകുന്നതെന്ന് പറഞ്ഞു. ആ സെക്കൻഡ് ക്യാൻഡിൽ തന്നെ നമ്മൾ ആ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ എന്താ 50 അല്ല, ഇത് 40 പോയിന്റിൽ നിന്ന് 90 പോയിന്റിലേക്കാണ് പോകുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ എൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ട്രേഡിലേക്ക് എൻ്റർ ആവുന്നത് അല്ലേ. 15 മിനിറ്റ്സ് ക്യാൻഡിൽ ഇവിടെ വെച്ചിട്ട് എൻ്റർ ആവും. ഇവിടെ നിന്നാണ് റിജക്ഷൻ പോയിന്റ് കാണിക്കുന്നതെങ്കിൽ ഇവിടെ വെച്ചിട്ട് അത് ഓക്കെ ആവും. ഈ 60 രൂപയുടെ ഒരു ഐറ്റം എടുത്തതിന് ശേഷം ഞാൻ 120 രൂപ കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു. 120 ഞാൻ കൊടുത്തില്ല, ഞാനൊരു 100 ആണ് കൊടുത്തിരുന്നത്, ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് 90 വരെ വന്നുള്ളൂ. അതിൻ്റെ പ്രതീക്ഷയെ തെറ്റിച്ചിട്ടുണ്ട്. ഞാനൊരു 100% റിട്ടേൺ പ്രതീക്ഷിച്ചാണ് ഇട്ടത്. അത് അടുത്ത ലെവൽ ആക്റ്റീവ് ആയി, ഇവിടെ വെച്ചിട്ട് അടുത്ത ലെവൽ ആക്റ്റീവായി നമുക്ക് വീണ്ടും ഒരു സി പൊസിഷനിലേക്ക് അത് പോയി എന്നുള്ളത് ഞാൻ കണ്ടില്ല, ഞാൻ ബിസിയായി പോയി. സോ ഇത് റിജക്റ്റ് ചെയ്തതിന് ശേഷമാണ് കാണുന്നത്. സോ അത് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല, ലോസിൽ എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് ഇവിടെ വെച്ച് അടുത്ത ലെവൽ ആക്റ്റീവായിട്ടാണ്. നമ്മളത് നോക്കിയിരിക്കണം. നമ്മൾ ആ 4 ഗ്രാഫുകളും വെച്ചിട്ട് നോക്കിയിരുന്ന് നമ്മുടെ റിട്ടേൺ കിട്ടുമ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്ത് പോരുക. പിന്നെ നമ്മൾ നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മളൊരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്തിട്ട് പോകുന്ന സമയത്ത് തൊട്ടടുത്ത് തന്നെ അടുത്ത ലെവൽ ആക്റ്റീവ് ആകില്ല എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒന്നെങ്കിൽ 10-20% റിട്ടേൺ എന്തായാലും നമുക്ക് കണ്ണും പൂട്ടി ഇട്ടിട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് പോകുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 50 above% നമ്മൾ ലിമിറ്റ് ഓർഡർ കൊടുത്ത് ഇടുന്ന സമയത്ത് നമ്മളത് നോക്കി തന്നെ ഇരിക്കുക. ഇല്ലെങ്കിൽ ഇന്ന് എനിക്ക് കിട്ടിയ പോലെ ഒരു പണി കിട്ടാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പി പൊസിഷൻ ഉണ്ടായിരുന്നു. അതെ, സി പൊസിഷൻ, അതിന് ശേഷം ഇവിടെ സി പൊസിഷൻ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് സി പൊസിഷൻ ആക്റ്റീവ് ആകുന്നത്. ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് വെച്ചിട്ട് നമ്മൾ സീനെ എൻ്റർ ചെയ്യും. 20 രൂപയ്ക്ക് എൻ്റർ ചെയ്താൽ തന്നെ അതിനുശേഷം അത് 25 രൂപ പോയതിന് ശേഷം പിന്നീട് അത് ഇടിഞ്ഞിടിഞ്ഞ് പോയിട്ടുണ്ട്. കൺസോൾട്ടേഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം അത് വീണ്ടും അതേ ലെവലിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. സോ നമ്മളത് കൺസോൾട്ടേഷൻ ആണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ആ ട്രേഡിൽ നിന്ന് ഒന്നെങ്കിൽ ലോസിൽ ചെറിയ ലോസ് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനെ എക്സിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നിൽക്കേണ്ടി വരും. നമുക്ക് ആകെ 2 നമ്മളുടെ സ്ട്രാറ്റജി പ്രകാരം നമുക്ക് 2 പൊസിഷനെ കിട്ടിയുള്ളൂ. ഈ ആദ്യത്തെ സെക്കൻഡ് ക്യാൻഡിൽ തന്നെ പി പൊസിഷൻ ഉണ്ടായിരുന്നു. ദെൻ ഒരു 3-4ാമത്തെ ക്യാൻഡിലേക്ക് ആയപ്പോഴത്തേക്ക് ഒരു സി പൊസിഷൻ ഉണ്ടായിരുന്നു. സി പൊസിഷനിൽ വലിയ പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല, കാരണം നല്ലൊരു കൺസോൾട്ടേഷനാണ്. ലോസിലേക്ക് പോയതിന് ശേഷം വീണ്ടും അതിനകത്തേക്ക് ഒരു ചെറിയ പ്രോഫിറ്റ് റേഞ്ചിലേക്ക് വന്ന് മാത്രമാണ് എൻഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല പൊസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. നമുക്ക് എവിടെയൊക്കെ ഇന്ന് പൊസിഷൻ ഉണ്ടായിരുന്നു, ഈ സെക്കൻഡ് ക്യാൻഡിലായപ്പോൾ ഒരു പി പൊസിഷൻ കിട്ടി, 3ാമത്തെ ക്യാൻഡിലായപ്പോൾ സി പൊസിഷനും വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പറയാൻ പറ്റുന്ന യാതൊരുവിധ റേഞ്ചുകളും വന്നിട്ടില്ല, ഒരേപോലെ യാതൊരു റേഞ്ചും വന്നിട്ടില്ല അല്ലേ. ഇവിടെയൊക്കെ കൺസൾട്ടേഷൻ വന്നത് ഇവിടെയൊക്കെ ഒരുമിച്ച് വന്നിട്ട് ഇത് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു. ഇതിന് മുകളിലും അതുപോലെ തന്നെ ഒരുമിച്ച് വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷെ എന്നാൽ അപ്പുറത്ത് അത് സംഭവിക്കുന്നില്ല. ഈ പോയിന്റിലൊന്നും ഇവിടെയൊന്നും ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പുറത്തും വരുന്നില്ല. അതുകൊണ്ടാണ് അത് വലിയ രീതിയിൽ അത് ആക്റ്റീവ് ആകാതെ നിന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സ്ട്രാറ്റജി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. പ്രീമിയം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ചോദിക്കണം. ഫ്രീ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ.